രൂപ 21 കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? 2026 മാർച്ചിൽ ഇന്ത്യൻ രൂപ എക്കാലത്തെയും വലിയ തകർച്ചയാണ് നേരിട്ടത്. സത്യത്തിൽ വെറും 4 മാസത്തിനുള്ളിൽ 12% വമ്പൻ ഇടിവാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 14 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വാർഷിക തകർച്ചയാണിത്. വാർത്തകളിലെ ഈ വലിയ തലക്കെട്ടുകൾ കാണുമ്പോൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥ മൊത്തത്തിൽ തകരാൻ പോവുകയാണോ എന്നൊരു പേടി സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം. പക്ഷേ പേടിക്കേണ്ട, സത്യം അതല്ല. സമ്പദ്വ്യവസ്ഥ തകരുന്നതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് ഇതിന് പിന്നിൽ ചില വലിയ ഘടനാപരമായ പ്രശ്നങ്ങളും ഒപ്പം നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്നുണ്ടാകുന്ന ചില അപ്രതീക്ഷിത ആഘാതങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആഗോളതലത്തിലും ആഭ്യന്തരതലത്തിലും നമ്മുടെ രൂപയെ ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലാക്കിയ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇതിന് നമ്മൾ 5 പോയിന്റുകളായി തിരിച്ചിട്ടുണ്ട്. 1. രൂപയുടെ റെക്കോർഡ് തകർച്ച. 2. ആഗോള ആഘാതങ്ങൾ. 3. ആഭ്യന്തര സമ്മർദ്ദങ്ങൾ. 4. ഇതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. പിന്നെ 5. ഇതിനെ മറികടക്കാനുള്ള മുന്നോട്ടുള്ള വഴി. ആദ്യം തന്നെ ഈ റെക്കോർഡ് തകർച്ചയുടെയും രൂപയുടെ നാൾവഴികളുടെയും പിന്നാമ്പുറമൊന്ന് നോക്കാം. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. 1991 ഇന്ത്യയിൽ ഉദാരവൽക്കരണം നടക്കുമ്പോൾ $1 വെറും 17 രൂപയായിരുന്നു മൂല്യം. അവിടെ നിന്ന് പ്രതിവർഷം ശരാശരി 4.5% എന്ന കണക്കിൽ രൂപയുടെ മൂല്യം സാവധാനം ഇടിയുന്നുണ്ടായിരുന്നു. അതത്ര വലിയൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ 2025 അത് 90 രൂപയിലെത്തി. എന്നാൽ 2026 യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അത് 95 രൂപ 21 പൈസയിലേക്ക് കൂപ്പുകുത്തി. ഈ പെട്ടെന്നുള്ള ഇടിവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇത്രയും ഗൗരവമുള്ളതാക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ രൂപ ഇടിയുന്നത് വെറുമൊരു തകർച്ചയല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ തങ്ങളുടെ നയത്തിൽ ഒരു സുപ്രധാന മാറ്റം വരുത്തിയിരുന്നു. അതായത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയെ അത് പെട്ടെന്ന് ബാധിക്കാതിരിക്കാൻ ഒരു ഷോക്ക് അബ്സോർബറായി രൂപയെ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി ഈ പതുക്കെയുള്ള മൂല്യത്തകർച്ചയെ RBI ബോധപൂർവം അനുവദിച്ചു എന്നതാണ് സത്യം. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. ഡോളറിന്റെ കുതിപ്പും പുറത്തുനിന്നുള്ള മറ്റ് ആഗോള ആഘാതങ്ങളും. ആഗോളതലത്തിൽ ഡോളർ എങ്ങനെ സ്ട്രോങ് ആകാൻ മെയിനായി 3 കാരണങ്ങളാണുള്ളത്. 1. അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ ഉയർന്ന പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് തുടരുന്ന നയം. 2. ലോകത്താകമാനമുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത നിക്ഷേപകർ ഡോളറിനെ ഒരു സുരക്ഷിത താവളമായി കാണുന്നു. 3. ആഗോള നിക്ഷേപകർ ഉയർന്ന ലാഭം പ്രതീക്ഷിച്ച് അമേരിക്കയിലെ AI ടെക് ഓഹരികളിലേക്ക് വൻതോതിൽ പണമൊഴുക്കുന്നു. ഇതെല്ലാം നമ്മുടെ രൂപയ്ക്ക് വളരെ വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇതൊന്ന് നോക്കൂ, വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അമേരിക്കയില് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ താരിഫ്. എന്നാൽ നമ്മുടെ പ്രധാന എതിരാളികളായ ആസിയാൻ രാജ്യങ്ങൾക്ക് ഇത് വെറും 16% മാത്രമാണ്. ഈ വലിയ വ്യത്യാസം കാരണം എന്താ സംഭവിച്ചതെന്നോ, നമ്മുടെ രത്നങ്ങൾ, തുണിത്തരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയൊക്കെ കയറ്റുമതിയിൽ ഒറ്റയടിക്ക് 34% ഇടിവാണുണ്ടായിട്ടുള്ളത്. 62,000 കോടി രൂപ. ഒന്ന് ആലോചിച്ചു നോക്കൂ. 2026 ഏപ്രിലില് മാത്രം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും വിറ്റഴിച്ച ഓഹരികളുടെ മൂല്യമാണിത്. അവർക്ക് ഈ പണം സ്വന്തം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകണമെങ്കിൽ എന്തുവേണം? ഡോളർ വേണം. അങ്ങനെ നമ്മുടെ വിപണിയിലെ ഡോളറിന്റെ ഡിമാൻഡ് കുതിച്ചുയർന്നും അതിനനുസരിച്ച് രൂപയുടെ മൂല്യം താഴോട്ടു പോവുകയും ചെയ്തു. മൂന്നാമതായി നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. എണ്ണ, സ്വർണം, പിന്നെ വ്യാപാര കമ്മി. നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലിന്റെ 80% നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതിന് നമ്മൾ പണം കൊടുക്കേണ്ടത് US ഡോളറിലും. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിലെ എണ്ണവിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യയെ വളരെ വേഗത്തിൽ വളരെ രൂക്ഷമായി തന്നെ ബാധിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയാൽ US ഇറാൻ പ്രശ്നങ്ങളും ഹോർമുസ് കടലിടു കടച്ചതുമൊക്കെ കാരണം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ആകാശത്താണ്. ബാരലിന് $109 മുതൽ $110 വരെയാണ് വില. ഇത് കാരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് വലിയ തോതിൽ കൂടുകയും അത് സ്വാഭാവികമായും ഡോളറിന്റെ ആവശ്യം കൂട്ടുകയും ചെയ്തു. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണെന്നല്ലേ? $54.1 ബില്യൺ. ഇതാണ് സാമ്പത്തിക വർഷം 27 ഇന്ത്യ പ്രതീക്ഷിക്കുന്ന കറന്റ് അക്കൗണ്ട് കമ്മി.
ഒരു വശത്ത് വിലയേറിയ ക്രൂഡ് ഓയിലും മറുവശത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ വൻ സ്വർണ്ണ ഇറക്കുമതിയുമാണ് നമ്മുടെ ഈ വ്യാപാര കമ്മി ഇത്രയും വലുതാക്കിയത്. അപ്പോ നാലാമത്തെ പോയിന്റിലേക്ക് വരാം. ഇതെല്ലാം കൂടെ നമ്മുടെ പോക്കറ്റിനെ, അല്ലെങ്കിൽ സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? സത്യത്തിൽ ഈ രൂപയുടെ ഇടിവ് നമ്മുടെ ഡെയിലി ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ആദ്യം ഇന്ധനം തന്നെ എടുക്കാം. വാഹനങ്ങളിലെ പെട്രോൾ, ഡീസൽ വില സ്വാഭാവികമായും വർദ്ധിക്കും. അതുപോലെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്കും വളത്തിനും വില കൂടും. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിദേശത്ത് പഠിക്കുന്ന കുട്ടികളാണ്. ഡോളറിന്റെ വില കൂടുമ്പോൾ അവരുടെ ഫീസും ജീവിതച്ചെലവും വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നു. എന്നാൽ രൂപ ദുർബലമാകുമ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില ഉയരുന്നത് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവർക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാം അത്ര നെഗറ്റീവാണെന്ന് വിചാരിക്കല്ലേ. ഇതിൽ ചില പോസിറ്റീവ് വശങ്ങൾ കൂടിയുണ്ട്. രൂപയുടെ മൂല്യത്തിൽ 5% ഇടിവുണ്ടായാലും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ അത് വളരെ നേരിയ തോതിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. മാത്രവുമല്ല, ഡോളർ നിരക്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നതുവഴി നമ്മുടെ IT സേവനങ്ങൾ, ഫാർമ, തുണിത്തരങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കാർക്കത് വലിയ ഉത്തേജനം നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ RBIയുടെ പക്കൽ നല്ലൊരു വിദേശനാണ്യ ശേഖരവുമുണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ്. ഇനി അവസാനമായി 5ാമത്തെ സെക്ഷൻ. ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ മറികടക്കും? മുന്നോട്ടുള്ള വഴി എന്താണ്? ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ 2026 ഏപ്രിലില് RBI അവരുടെ കയ്യിലുള്ള ഡോളർ വിറ്റ് രൂപയെ ഒരുവിധം 93.3 എന്ന നിരക്കിൽ സ്ഥിരപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. എന്നാൽ അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ദീർഘകാലത്തേക്ക് നമുക്ക് വേണ്ടത് വിദേശ എണ്ണയോടുള്ള നമ്മുടെ ഈ ആശ്രിതത്വം കുറയ്ക്കുകയും നമ്മുടെ കയറ്റുമതി കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയെന്ന ഘടനാപരമായ മാറ്റങ്ങളാണ്. അതുമാത്രമാണ് ഇതിനൊരു ശരിയായ പരിഹാരം. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. അവര് പറയുന്നത് നിരന്തരമായി പുറത്തുനിന്ന് ആഘാതങ്ങൾ ഏൽക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഷോക്ക് അബ്സോർബർ തന്ത്രത്തിന് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ്. അത് പരാജയപ്പെടുകയും ക്രമേണ നമ്മുടെ രാജ്യത്തിനുള്ളിലെ പണപ്പെരുപ്പത്തിനത് കാരണമാവുകയും ചെയ്യും. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാകുന്നു. നിങ്ങളുടെ പോക്കറ്റിലുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യൻ രൂപ പ്രവചനാതീതമായ ആഗോള എണ്ണ വിപണിയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണൂ അല്ലേ? ആഗോള ക്രൂഡ് ഓയിൽ വിപണി ശാന്തമായി ഇന്ത്യൻ രൂപയ്ക്ക് സ്വന്തമായി ശ്വാസമെടുക്കാൻ ഇനിയെന്ന് സാധിക്കും? അതൊരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു.